വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ചുറ്റും. നമുക്ക് പത്തനംതിട്ടയിലേക്ക് കൂടി പോകാം. ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് പത്തനംതിട്ടയിൽ ജില്ലയിലുള്ളവരാണ്. CK അഭിലാൽ ഉണ്ട് അവിടെ. മുരളീധരൻ നായരുടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അഭിലാൽ മുരളീധരൻ നായർ അദ്ദേഹം 3 പതിറ്റാണ്ടിലേറെയായി പ്രവാസത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. തിരികെ ഈ ഓണത്തോടുകൂടി തിരികെ നാട്ടിലേക്ക് വരാം, പ്രവാസ ജീവിതം അവസാനിപ്പിക്കാം, ഇനി കുടുംബത്തോടൊപ്പം ഒന്നിച്ചൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞ് കൊച്ചുമക്കളോടൊക്കെ അങ്ങനെ പറഞ്ഞു ഫോൺ വെച്ച് സംസാരിച്ച് നിന്ന മുത്തച്ഛനാണ് ഒടുവിൽ ഇന്ന് പെട്ടിയിൽ ചേതനയേറ്റ ശരീരമായി വീട്ടിലേക്ക് എത്തുന്ന കാഴ്ച. പറയൂ അഭിലാൽ. ഏറെക്കുറെ 125 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 3 മണിക്കൂർ 45 മിനിറ്റ് സമയം തന്നെ വേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ വാഴമുട്ടത്തെ കുടുംബ വീട്ടിലേക്ക് മൃതശരീരം എത്തിച്ചിരിക്കുകയാണ്. പൊതുദർശനത്തിനായി ഏറെക്കുറെ 1 മണിക്കൂർ സമയമാണ് ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. മൃതശരീരം ഇപ്പോൾ പ്രത്യേകമായി പെട്ടിയിലാണ് അടക്കം ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അത് തുറന്ന് ബന്ധുക്കൾക്ക് ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള സൗകര്യത്തിനായുള്ള ക്രമീകരണങ്ങൾ ബന്ധുക്കൾ ചെയ്യുകയാണ്. തുടർന്ന് 1 മണിക്കൂറിന് ശേഷം ഏറെക്കുറെ 5:30 മൃതശരീരം വീടിന് പിൻവശത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് ചിതയിൽ ദഹിപ്പിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ കേരള പോലീസിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവി അന്തിമോപചാരം അർപ്പിക്കും. വാർത്ത അറിഞ്ഞ് നാട്ടുകാരും ബന്ധുക്കളുമായി 100 കണക്കിന് ആളുകൾ വാഴമുട്ടത്തെ അദ്ദേഹത്തിൻ്റെ പുളിക്കൽ വടക്കേഴത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിരാവിലെ ഉള്ള അറിയിപ്പ് പ്രകാരം രാവിലെ 8:30 നെടുമ്പാശ്ശേരിയിലെത്തും. അങ്ങനെയെങ്കിൽ ഉച്ചയോടുകൂടി മൃതശരീരം പത്തനംതിട്ടയിലെ വീട്ടിലെത്തിക്കും എന്നുള്ള കണക്കുകൂട്ടലിൽ അതിരാവിലെ തന്നെ ആളുകൾ എത്തിയിരുന്നു. പക്ഷേ 10:00 മൃതശരീരം എത്തിയത്. അപ്പോൾ വൈകുന്നേരം 5 മണിയോടുകൂടി സംസ്കാരം എന്നുള്ള തരത്തിലേക്ക് പിന്നീട് ആലോചനകൾ വരികയായിരുന്നു. അങ്ങനെ രാവിലെ എത്തിയവരടക്കം 100 കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. 1 മണിക്കൂർ സമയം എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, MLA മാരുണ്ട്, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായി മറ്റ് അനേകം പേരും എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. 32 വർഷക്കാലം അദ്ദേഹം കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നു. 60ാമത്തെ വയസ്സിൽ ഏറെക്കുറെ 1 വർഷം മുൻപ് ജോലിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് വീട്ടിലേക്ക് എത്തിയതാണ്. അതേസമയം തന്നെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനി കുവൈറ്റിലൊരു പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായ ജോലികൾ ഏറ്റെടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തി അദ്ദേഹത്തെ വീണ്ടും ജോലിയിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു. 5 വർഷക്കാലത്തേക്കാണ് അദ്ദേഹത്തെ ജോലിയിലേക്ക് വിളിച്ചതെങ്കിൽ പോലും 1 വർഷം ഏറെക്കുറെ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഈ ഓണത്തോടുകൂടി ജോലി മതിയാക്കി ഇനിയുള്ള കാലം കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അതായത് 2 മാസം കൂടി കഴിയുമ്പോൾ ഓണക്കാലത്ത് കുടുംബത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലേക്ക് മടങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് ഉണ്ടായിരുന്നെന്നാൽ അതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായ അപകടമുണ്ടാവുകയും മുരളീധരൻ നായർക്ക് ജീവഹാനി നേരിടുകയും ചെയ്തത്. പത്തനംതിട്ട ജില്ലയിലാകെ 6 പേർക്ക് സമാനമായ ഈ അപകടത്തിൽ സമാനമായ സ്ഥിതി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ കടുത്ത ദുഃഖത്തിലും വേദനയിലൂടെയൊക്കെ തന്നെ കടന്നു പോവുകയും ചെയ്യുകയാണ്. നാട്ടിലെത്തിച്ച മൃതശരീരങ്ങളൊക്കെയും 6 കുടുംബാംഗങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ ദുരന്തത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉണ്ട്, അവരുടെ പേരുണ്ടെന്ന് അറിയുന്നത് ഏറ്റവും ഒടുവിൽ അവസാന നിമിഷമാണ് അക്കാര്യം അറിയുന്നത്. പലരും ഈ പറഞ്ഞ 23 പേരും തലേ ദിവസം രാത്രി ഫോൺ വിളിച്ചു വെച്ചവർ, രാവിലെ പുലർച്ചെയും മെസ്സേജ് അയച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വെച്ചവർ, അങ്ങനെ കുടുംബത്തിനൊപ്പം നിന്നവരാണ്, കുടുംബത്തിനായി കടൽ കയർന്ന് പോയവരാണ്. അവരാണ് തിരികെ ചേതനയേറ്റ ശരീരമായി എത്തുന്നത്. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ വാക്കുകൾക്കായി പരതേണ്ടി വരും. അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. നമുക്ക്